ഹബീബ് തങ്ങൾ പറയുന്നു, സുഖാഡംബരങ്ങളുള്ള ഖാലിഖായ റബ്ബിനെ കാണാൻ കഴിയുന്ന മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസില്ലയോ, അത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. ഒരു ദിവസം 3 തവണ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അവൻ അന്നെങ്ങാനും മരിച്ചുപോയാൽ അവർ സ്വർഗത്തിലാണ് 3 തവണ ചോദിച്ചാൽ 4ാമത്തെ തവണ സ്വർഗം പറയും, അല്ലാഹുവേ അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ, അവനെ നീ എന്നിലേക്ക് കടത്തുക അല്ലാഹ്. ഓരോ ദിവസവും രാവിലെയോ രാത്രിയോ സൗകര്യം കിട്ടുമ്പോ 3 തവണ അല്ലാഹ് സ്വർഗം താ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കുക അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇത് 3 തവണ എല്ലാ ദിവസവും. അറബി അറിയാത്ത ആളുകള് അല്ലാഹ് നീ എനിക്ക് സ്വർഗം താ അല്ലാഹ്, സ്വർഗം താ അല്ലാഹ്, സ്വർഗം താ അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കുക അല്ലാഹ്, നരകത്തെ തൊട്ട് കാക്കുക അല്ലാഹ് എന്ന് 3 തവണ ചൊല്ലിയാൽ അവനൊന്ന് മരിച്ചു പോയാൽ അവന് സ്വർഗമാണ്. അതുകൊണ്ട് മറക്കാതെ 3 തവണ സ്വർഗം ചോദിക്കണം, 3 തവണ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. റമളാൻ മാസത്തിലൊക്കെ നമ്മൾ ചെല്ലാളില്ലേ, ഇടക്കിടക്ക് അത് ചെല്ലുന്നത് നല്ലതാണ്. അറിയാത്തോർ ചെല്ലാൻ നിൽക്കണ്ട, അറിയാത്തോർ ചോദിച്ച് പഠിക്കുക. ചില ആളെല്ലാം തറാവീന്റെ സ്പീഡില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുന്നാർ, അതിന്റെ ഇടയിൽ ചില ആൾക്കറിയില്ല. ഇപ്പൊ എന്തായി? അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ നാർ, പഠിച്ചോനെ റമളാൻ മാസത്തിൽ അല്ലാഹുവോട് ചോദിക്കുന്ന, പഠിച്ചോനെ നരകം കൊണ്ട് അല്ലാഹ്. അറിയുന്നില്ലേ? മിണ്ടാതിരിക്കണം, അധിക പ്രസംഗാക്കാൻ പോകാൻ. ചില ആൾ അറിയാത്തല പറയുന്നെ റമളാൻ മാസല്ലേ വരാൻ പോകുന്ന എടുത്തിട്ട് അല്ലാഹുമ്മ ഇന്നി അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി, കുറെ ആഫ് 2 ആഫ് കൂട്ടിയിട്ട് അല്ലേ. അറിയാത്തത് പറയണ്ട, ചോദിച്ചു പഠിക്കുക, ചോദിച്ചു പഠിക്കണം, ചൊല്ലി പഠിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മനോഹരങ്ങളായ ദിക്റുകളാണ്, അതിനെ തെറ്റിപ്പറയരുത്. അതുകൊണ്ട് അല്ലാഹുവോട് സ്വർഗം ചോദിക്കാൻ മടി കാണിക്കരുത്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കാൻ മടി കാണിക്കരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്, നരകത്തെ തൊട്ട് കാവൽ നൽകണം അല്ലാഹ്. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം വലിയ അനുഗ്രഹമാണ്. മഹാന്മാര് പറയുന്നു, ഊഹിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, മനസ്സിൽ വിചാരിക്കാൻ കഴിയുന്നതല്ല സ്വർഗം, വിവരിച്ചു കൊടുക്കാൻ പറ്റിയതല്ല സ്വർഗം, വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാൻ കഴിവുള്ളതല്ല സ്വർഗം. സ്വർഗം നരകത്തെക്കാളും കൂടുതൽ സ്വർഗത്തെ പറയണം. മഹാന്മാര് പറയുന്നു, നരകത്തെ അല്ല കൂടുതൽ പറയേണ്ടത്, സ്വർഗത്തെയാണ് കൂടുതൽ പറയേണ്ടത്. റബ്ബിന്റെ അദാബല്ല കൂടുതൽ പറയേണ്ടത്, റബ്ബിന്റെ റഹ്മത്താണ് കൂടുതൽ പറയേണ്ടത്. അല്ലാഹുവിന്റെ സ്വർഗം അത് അനുഗ്രഹമാണ്. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണം, വർണ്ണിക്കാൻ. അതൊരു വർണ്ണിക്കാൻ കഴിവുള്ള ഒന്നല്ല, വിശദീകരിച്ച് പറയാൻ പറ്റിയ ഒന്നല്ല. സ്വർഗം അനുഗ്രഹമാണ്, സ്വർഗം ആനന്ദമാണ്, സ്വർഗം സന്തോഷമാണ്. സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാലേ സ്വർഗം എന്താന്നുള്ളത് അറിയാൻ കഴിയും. വളരെ വളരെ മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗം എങ്ങനെയാണെന്നറിയോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ,
ഒരുപാട് വിശേഷണങ്ങളുണ്ട്. സൂറത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളിൽ ഉടനീളം സ്വർഗത്തെ പറ്റി ഓരോന്നായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ഫിന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ. ഒരുപാട് അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മൻലൂദ്. അങ്ങനെ നീട്ടിയിട്ട് വാഖിയ സൂറത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പറ്റി പറയുന്നുണ്ട്. വമാഇം മസ്കൂബ് വഫാഖിഹത്തിൻ കസീറ. അങ്ങനെ വലിയ വലിയ വിശേഷണങ്ങൾ ഓരോന്നും പറയുന്നു. അടുത്തടുത്ത് കൊലക്കുന്ന വാഴകളുണ്ട് സ്വർഗത്തില്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളുണ്ട് സ്വർഗത്തില്, വിശാലമായ തണലുണ്ട് സ്വർഗത്തില്, സദാ ഒഴുകുന്ന വെള്ളമുണ്ട് സ്വർഗത്തില്. അതുപോലെ ഒരുപാട് നിലക്കാത്ത ഫ്രൂട്ട്സുകളുണ്ട് സ്വർഗത്തില്. ഉയർന്നതായ ബെഡുകൾ മെത്തകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് സ്വർഗത്തില്. അങ്ങനെ ഒരുപാട് വാഖിയ സൂറത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ വിശേഷിക്കുന്നുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, സ്വർഗം അനുഗ്രഹമാണ്. സ്വർഗത്തിൽ റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ഫകാന ആമതു മൻ ദഖലഹാ അൽ മസാകീൻ. സ്വർഗത്തിലേക്ക് കൂട്ടമായി കടന്നുകൊണ്ടിരിക്കുന്നത് മിസ്കീന്മാരാണ്, പാവപ്പെട്ടവരാണ്. സ്വർഗത്തിലേക്ക് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് കൂട്ടമായി ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്ന ആരാ? അൽ മസാകീൻ, പാവങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പാവങ്ങളോട് മഹബത്ത് വേണേ, പാവങ്ങളെ ഇഷ്ടം വെക്കണേ. കാരണം അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന. മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം, മിസ്കീന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം. എന്തിനാണ്? മിസ്കീനാണ് സ്വർഗമുള്ളത്. ആദ്യം സ്വർഗത്തിൽ പോകുന്നവർ പാവങ്ങളാണ്. വിപികളല്ല, പണക്കാരല്ല, നേതാക്കന്മാരല്ല, ആരല്ല, പിന്നെ ആരാ? പാവങ്ങളാണ്, മിസ്കീന്മാരാണ്. പണക്കാരോ കോടീശ്വരന്മാരോ മഹ്ബൂസൂൻ, അവർ മഹ്ശറിൽ പിടിച്ചു നിർത്തപ്പെട്ടവരാണ്. അവർക്ക് ആയിരക്കണക്കിന് കൊല്ലം ഹിസാബുണ്ട്, ചോദ്യമുണ്ട്. അവർ അവിടെ ബാക്കിയുണ്ട്. പാവങ്ങളോ, ആ പാവങ്ങൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാവങ്ങളായതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വിഷമിക്കേണ്ടതില്ല. പാവങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളാകണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ വിഷയങ്ങളെല്ലാം, നമ്മുടെ വാക്കുകളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം സ്വർഗത്തിലേക്ക് പോകാനുള്ളതാകണം. സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വേണമെന്നോ? ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, നമ്മളൊക്കെ കേട്ട് കാണുമല്ലോ ധാരാളം. കൃത്യമായി 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാരോ, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാരോ, നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുന്നവരാരോ, പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ഏതൊരു പെണ്ണാണോ അവരെ നരകത്തിലേക്ക് വിളിച്ചറിയപ്പെടുന്നവരാണ്. മഹ്ശറയിൽ അവർക്ക് യാതനാജനകമായ ശിക്ഷയാണ്. ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയപ്പെടുകയാണ്. നിസ്കാരം വേണം. ഒരു പെണ്ണായവൾ കൃത്യമായി നിസ്കാരം നിർബന്ധമുള്ള ദിവസങ്ങളിൽ ഖലാക്കാതെ മനോഹരമായി ഖലാക്കിയിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഫസൗഫ യൽഖൗന ഗയ്യാ, നിസ്കാരത്തിൽ അലസതയുള്ളവർ, നിസ്കാരം ഖലാക്കുന്നവർ
അവർക്ക് ഗയ്യ് എന്ന് പറഞ്ഞ നരകമാണ്. വല്ലാത്ത കടുപ്പമുള്ള നരകമാണ് ഗയ്യ്. ഗയ്യിൽ അറിയപ്പെടുകയാണ് നിസ്കാരം ശ്രദ്ധിക്കാത്തവർ, നിസ്കാരത്തിന്റെ ഓർമ്മയില്ലാത്തവർക്ക് സ്വർഗമില്ല. സ്വർഗം വേണോ കൃത്യമായി നിസ്കരിക്കണേ ഉമ്മ, നിസ്കരിക്കണേ രക്ഷിതാക്കളെ. കല്യാണമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, മൊയിലാഞ്ചി ഉണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല, തിരിച്ചുകൂട്ടലുണ്ടെങ്കിൽ നിസ്കാരമില്ല, അപ്പത്തമംഗലത്തിന്റെ പേരിൽ നിസ്കാരമില്ല, പ്രോഗ്രാമുകളുടെ പേരിൽ നിസ്കാരമില്ല, മക്കൾ പഠിക്കുന്ന സ്കൂളിൽ കോളേജിൽ സ്കൂൾ ഡേകളിൽ പോയി കുത്തിരിക്കുന്നു, നിസ്കാരമില്ല. റമളാൻ മാസത്തിൽ പോലോ നിസ്കാരം കളാക്കുന്നവരുണ്ട്. ഉമ്മാ, നിസ്കാരം കളാക്കിയവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരുടെ ജീവിതത്തിൽ ബറക്കത്തില്ല, അവർക്ക് അല്ലാഹു കാവൽ നൽകുന്നില്ല, അവർക്ക് അല്ലാഹു സന്തോഷം തരുന്നില്ല. അതുകൊണ്ട് നിസ്കാരമാണ് വലുത്, നിസ്കാരം ആനന്ദമാണ്, നിസ്കാരം ആശ്വാസമാണ്. സ്വർഗത്തിലേക്ക് വേണ്ടതും അതാ. ഫർളിന്റെ കൂടെ ധാരാളം സുന്നത്തുകളും നിസ്കാരം ധാരാളം കാഴ്ചവെക്കണം. സ്വർഗത്തിലെ ഹൂറികൾക്കുള്ള മഹർ ഗസാലി ഇമാം പറയുന്നു, തഹജ്ജുദിലെ നീണ്ട നൃത്തമാണ്, സുജൂദാണ്. സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള ലക്ഷണം മഹാന്മാര് പറയുന്നു, സുജൂദിൽ ഒരുപാട് നേരം സുജൂദിൽ കിടക്കുന്നവരാരോ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ, ധാരാളം നേരം സുജൂദിൽ കിടക്കണം. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലാണ് നല്ലത്. ഒരുപാട് സമയം സുജൂദിൽ കിടക്കുക, നീണ്ട സുജൂദ് സ്വർഗത്തിലേക്കുള്ള കാതിൽ തുറക്കലാണ്. നീണ്ട സുജൂദ് ചെയ്യുക, സുജൂദിൽ കിടന്നിട്ട് കരയുക, സുജൂദിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. എന്നാൽ സ്വർഗത്തിൽ എളുപ്പത്തിൽ പോകാമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഫർള് നിസ്കാരങ്ങൾ കളാക്കരുത്. കൂടെ സുന്നത്തുകൾ. സ്വർഗത്തില് ളുഹാ എന്ന് പേരുള്ളൊരു വാതിലുണ്ട്. ഐനല്ലദീന വിളിക്കപ്പെടുകയാണ്. എവിടെ ഒരു കൂട്ടര്, ആരാണ് അവർ? ദായിമയാക്കിയവരാണ്, കൊണ്ടു നടന്നവരാണ്. സ്വലാത്തുൽ ളുഹാ, സുന്നത്തായ ളുഹാ നിസ്കാരം എപ്പോഴും നിർവഹിച്ചവരാരോ. ളുഹാ എന്ന് പറയുന്നൊരു വാതിലുണ്ട് സ്വർഗത്തില്. ളുഹാ നിസ്കാരം മുടങ്ങാതെ കൊണ്ടു നടന്നവർ, അവർക്ക് ആ വാതിലിലൂടെ നിങ്ങൾ ളുഹാ നിസ്കാരം കൊണ്ടു നടന്നവരല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. തഹജ്ജുദും ളുഹായും സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. തഹജ്ജുദ് നിസ്കാരം ആനന്ദമാണ്, ടെൻഷനുകൾക്കുള്ള പരിഹാരമാണ്, ബുദ്ധിമുട്ടുകൾ തീരാൻ നല്ലതാണ്, കടങ്ങൾ വീട്ടിൽ കിട്ടാൻ നല്ലതാണ്, മനസ്സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് സമാധാനം കിട്ടാൻ തഹജ്ജുദ് നിസ്കാരം ഫലപ്രദമാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, മലക്കുകളുടെ കാവലുണ്ടാകാൻ, എല്ലാത്തിനും ഉള്ളതാണ് തഹജ്ജുദ്. ളുഹായോ സകലമാന കെണിപ്പുകൾ, വേദന, കയ്യുകാല് കടച്ചില്, അല്ലേ, നടുവേദന, മുട്ടുവേദന, ഇതിനൊക്കെ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. മുട്ടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്, നടുവേദന മാറാൻ ളുഹാസ്കരിക്കരുത്. ളുഹാ നിസ്കാരം കൊണ്ടുള്ള ഫായിദകളാണ്. അല്ലാഹ്ക്കും വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ളുഹാ നിസ്കരിച്ചോ ഉമ്മ. നടുവേദന, ഊരവേദന, കൈകാല് കടച്ചില്, ഇപ്പൊ എന്താ കൈകാല് കടച്ചിലൊക്കെയായി അല്ലെങ്കിൽ മുട്ടുവേദനയായി ഒക്കെ ആയാൽ വേഗം പോയിട്ട് ആരെങ്കിലും ചികിത്സന്റെ അടുത്ത് പോയിട്ടാ, ഇനി കണിയാണിന്റെ അടുത്ത് പോയിട്ടെങ്കിലും ശരി, മറ്റേ കാഫിര്യങ്ങളുടെ അടുത്താണെങ്കിലും ശരി, പോയിട്ട് പറയും ഒന്ന് കണക്ക് നോക്കണോ, നല്ലോണം കൈകാല് കടച്ചിലുണ്ട്. അപ്പോ ഒരു പറയുന്നു ബുദ്ധിമുട്ടാക്കിനീന്ന്, ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അവർക്ക് കച്ചവടമില്ല, ബുദ്ധിമുട്ടുണ്ട്, ശരിയാക്കി തരാം, 7000 റുപ്യന്റെ ചെലവുണ്ട്.
എനിക്ക് നിങ്ങൾ തന്നെങ്കോ തന്നില്ലെങ്കോ ഈ 7000 രൂപ ആയിരിക്കും അയാൾക്ക് തന്നെ. പിന്നെ പയ്യക്ക തന്നെങ്കോ തന്നില്ലെങ്കിലോ 20 സംശയം. അത് വേണ്ട. കൈകാലുകൾ, കടച്ചിലുകൾ, വേദനകൾ എല്ലാത്തിനും അല്ലാണാളെ സുഖലോക സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടാൻ ദുഹാ നിസ്കാരം ആദത്താക്കിയത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് മഹാന്മാര് പറയുമ്പോ ഫർള് നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര സദഖ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഫർള് നിസ്കാരമാണ്. ഇദാ സ്വല്ലത്തിൽ മറതു ഖംസഹാ, 5 നേരം നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാകണേ. നിസ്കാരം കളാവരുത്, നിസ്കാരം കളായി പോകരുത്. നിസ്കാരം കളാകരുത്. ഉമ്മമാരൊക്കെ അങ്ങനല്ലേ? ഇന്ന് ചില ഉമ്മമാരൊക്കെ ളുഹൂർ നിസ്കരിക്കല് 3:45, ളുഹൂറിന്റെ ഉളു കൊണ്ട് അസർ കിട്ടണം. അസർ നിസ്കരിക്കൽ 6:10. എന്തേ? അസറിന്റെ ഉളു കൊണ്ട് മഗ്‌രിബ് കിട്ടണം. ഇങ്ങനെ ഒന്നിലേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇരിക്കും. നിസ്കാര കുപ്പായിൽ ഇട്ടിട്ട് മാലെല്ലാം പിടിച്ചിട്ട് വാങ്ങൊടുത്താ കേട്ടപ്പോളെ ഉപ്പ ഇപ്പളയാക്കണോ? എന്റെ ചൂട് പൊട്ടീനാ ബാങ്ക് കൊടുത്താന്നല്ല കേട്ട. കേട്ടപ്പോളെ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞോളൂ. ഒറ്റ അതേ നിസ്കാര കുപ്പായത്തിൽ തന്നെ. ചില പെണ്ണുങ്ങളെല്ലാം അങ്ങല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് കുപ്പായത്തിലെല്ലാം മടക്കിയിട്ട് ഒരു ഏറുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് തേടും വേണ്ട. എന്ത് ഷാവിന്റെ ദൂത്ത നിസ്കാര കുപ്പായ മുസല്ലല ഓടക്ക് പോന്നെയാന്തോ ഏടെ വെച്ചെങ്കിലും കാണുന്നില്ല. കൊറേ കഴിഞ്ഞ് നോക്കുമ്പോഴാ കിട്ടി. അതിനെങ്ങാനും മനുഷ്യന് മണത്തുപോയെങ്കിൽ ആർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ സീത പോയത്. അങ്ങനത്തെ സ്മെല്ല് ചണ്ടിയായിട്ട് ഈനിലിട്ടിട്ട് മുദ്ദാക്കിയിട്ട് മുസല്ലന്റെ ഉള്ളില് ബൽത്ത മക്കനയും ബൽത്ത നിസ്കാര കുപ്പായവും കറുത്ത മക്കനയും. അതെന്നിന്റെ കറുപ്പല്ല, കരിമ്പാറ്റ പൊടിച്ചിട്ട് കറുത്തിട്ട് പോയിന് നിസ്കാര കുപ്പായ. പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്നു, മംഗലത്തിന് എടുക്കുന്നു, നിസ്കാര കുപ്പായത്തിന് പിന്നുമുള്ളു കുത്തിയിട്ട്. പിന്നെ റമളാനിലെ ക്ലാസ് എടുക്കുമ്പോ ചോദ്യം, ഉസ്താദെ നിസ്കാര കുപ്പായത്തിന് ഉജാള മുക്കുന്നത് അലാല റമ കറായത്താന്ന്. ആയെങ്കും പുതിയതെടുക്കലാന്ന്. സാരി പട്ട് സാരി, മെൻസ് സാരി, മറ്റേ സാരി, എല്ലാ സാരി അട്ടിയുണ്ട്. ആരെങ്കിലും ബിരുന്നർ വന്നിട്ട് നിസ്കാര കുപ്പായ ഉണ്ടാന്ന് കേൾക്കുമ്പോ ഞാൻ മിന്നുണ്ടായാലോട് ചെന്നൊരു നിസ്കാര കുപ്പായ കൊണ്ട് ഇത് ബെടക്കയിന് കീറിന്. ഈ ആണുങ്ങൾക്ക് ഇനി പുറസത്തുണ്ടാ? ഈ ബാക്കിയെല്ലാം ആണുങ്ങ കൊടുന്നില്ല. ഈ പറഞ്ഞ ഈ കപാട്ട് നിറച്ചുള്ളതെല്ലാം ആണുങ്ങ കൊടുന്നതാ. നിസ്കാര കുപ്പായന്റെ ആണുങ്ങ കൊണ്ടുവരാൻ ഇടക്കിടക്ക് റമളാനാകുമ്പോ പെരുന്നാളിന് വേണ്ടി ഡ്രസ്സിന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരില്ലേ? റമളാൻ വരുന്നതിന് മുമ്പ് മനോഹരമായ നിസ്കാര കുപ്പായം ഒക്കെ ഉണ്ടാക്കണം. നിസ്കാരത്തിന് താല്പര്യമുള്ളവർ നിസ്കരിക്കാനുള്ള വിഷയങ്ങളിൽ എല്ലാ അർത്ഥത്തിലും നല്ല സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ, നല്ല സൂക്ഷ്മതയോടെ. സൂക്ഷ്മത എന്ന് പറഞ്ഞെങ്കിൽ വസ്വാസല്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട്, കുളിച്ചിട്ട് വന്നിട്ട് കണ്ണാടിയെല്ലാം നോക്കുന്ന പോയെങ്കിൽ പോയ തന്നെ 1 മണിക്കൂർ 1.25 മണിക്കൂറല്ല ബാത്റൂമിൽ. ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഇടല്ല ബാത്റൂം. ശൈത്താന്മാരുടെ കേന്ദ്രമാണ്, അവരുടെ വാസസ്ഥലമാണ്. വേഗം പോകണം, വേഗം വരണം. ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ പോയാലും ടോയ്ലറ്റിലേക്ക് പോയാലും വേഗം ഉള്ളിൽ നിന്നും പുറത്തു വരണം. അതാണ് ഖൈറ്. അല്ലാതെ പോയാൽ വസ്വാസ് അല്ലേ? ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ല, വെള്ളം കണ്ടാൽ വസ്വാസ്. പാത്രം കഴുകിയാൽ പിന്നെയും കഴുകുന്ന, കൈ കഴുകിയാൽ പിന്നെയും കഴുകുന്ന. ഒളോടുത്തിട്ട് വന്നിട്ട് നിസ്കാര കുപ്പായിൽ ഇട്ടിട്ടാകുമ്പോ വയ്യക്ക് കാല് ശരിക്ക് കൈന വയ്യക്ക് സംശയം സുറൂന്ന് വയ്യക്ക് ഒളോടുത്തിട്ട് വന്നിട്ട് നോക്കുമ്പോ വയ്യക്ക് വസ്വാസ്. നിപ്പാട്ട് കിടാവ് മൂത്രവിറ്റ് അയിലമിറ്റ് ചവിട്ടിയാന്ന് വയ്യക്ക് പോയിട്ട് കാല് കൈ. ഇങ്ങനെ ഒരു ജാതി. പണ്ടൊരാള് ഞാൻ കേരളത്തിൽ സ്ഥലത്ത് പോയപ്പോ 10:15 അയാൾ ബക്കറ്റ് എടുത്തോണ്ട് പോന്നെ കാണുന്നു കുളത്തിന്റെ അടുത്തേക്ക്. ഞാൻ കേട്ട അയാൾ ഉടക്ക് വന്നേന്ന്. അപ്പൊ അയാൾ ചെല്ലു ഉസ്താദ് ളുഹൂർ കൊളു കൊടുക്കാൻ പോന്നെ അയാള്. എപ്പോ 10:15 ബാൽദി എടുത്തോണ്ട് പോയെങ്കിൽ ളുഹൂർ അമ്മയാൾ കൊളു കിട്ടുന്നു. പടച്ചോൻ കാക്കണം, അള്ളാഹു നീ കാക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. വസ്വാസ് നല്ലതല്ല, സൂക്ഷ്മത നല്ലതാണ്. അത് നിസ്കാരത്തിലാവട്ടെ, കുളിയിലാവട്ടെ, വുളൂയിലാവട്ടെ, വസ്വാസ് നല്ലതല്ല.
വസ്വാസ് കൂടുതലായാൽ ഇബാദത്തുകളെ ബാധിക്കുന്നു. അത് അല്ലേ ചില ആണുങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് കാണുന്നില്ലേ, നിസ്കരിക്കാൻ കഴിയണം അള്ളാനെ പിടിക്കാവുന്ന പോലെ കയ്യല്ല എതിർക്കല്ലാക്കിയിട്ട് ഇമാമ് റുക്കൂലേക്ക് പോയാൽ ഒന്നുമില്ല, അപ്പളെ പോന്ന് വസ്വാസും ഇല്ല, എന്തുമില്ല. എപ്പോ തുടങ്ങുന്ന ഇത്? രണ്ട് കൈന് തായിട്ട് അല്ലേ? ചില ഔദിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഔദിനെല്ലാം ഇപ്പുറത്തുള്ള വെള്ളം അപ്പുറത്തേക്ക് ഊന്തിയിട്ട് അടിയിന്ന് ഫ്രഷ് വെള്ളം വലിച്ചിട്ട് മീത്തൊക്കെ എടുത്തിട്ട് ഹലാല് ഹലാല് ഓ മാത്രം ഹലാല്, ബാക്കി എല്ലാവരും ഹറാമായിക്കൊണ്ടുള്ള ഓ മാത്രം ഹലാലായ ഒതോടുക്കല്. പെണ്ണുങ്ങൾക്കുണ്ട് അങ്ങനെ ചില വസ്വാസ്. പിന്നെയും കഴുകുക, പിന്നെയും ഒതോടുക്കുക. നിസ്കരിച്ചാൻ എന്നെ ബയ്യക്കും ഓതിയാൻ എന്നെ പിന്നെയും ഓതുക അല്ലേ? ചില ആൾക്ക് ഇങ്ങനെ ഒരു ജർക്ക് ഇട്ടിട്ട് കിട്ടാത്ത പോലെ ചില ജാഗയിലല്ല. ഞങ്ങളെ നാട്ടിലൊരാളുണ്ടായിരുന്നു, അയാൾക്ക് അത്തയ്യാത്തൊന്നും ആടുന്ന് ക്ലച്ച് അളക്കുന്നില്ല, അത്താനാക്കിയിട്ടുണ്ടല്ലോ. ഇമാമ് സലാം വിട്ടോളൂ, ഇയാൾ അത്തന്നാക്കുന്നത്. സലാം വിട്ടുപോ തീർന്നു, പിന്നെ ഒന്ന് ഓതാനും ഇല്ല. ചില ആളുകൾക്ക് അങ്ങനെയുള്ള നിസ്കാരല്ല. നല്ല ഇഖ്ലാസോടെ, നല്ല ആത്മാർത്ഥതയോടെ, നല്ല ഖുശൂഓടെ. ഖുശൂ എന്ന് പറഞ്ഞാൽ വസ്വാസല്ല. ചില ആൾ അങ്ങനെ വിചാരിച്ചു ഖുശൂ എന്ന് പറഞ്ഞെങ്കിൽ ചെല്ലിയ തന്നെ പിന്നി ചെന്ന് അല്ലെ, അങ്ങനെ ചെല്ലിക്കൊണ്ട് കുറെ ഇല്ലാത്തത് കൂട്ടിയിട്ട് ഉള്ളത് ഇല്ലാതെയാക്കിയിട്ട് കുറെ മുസീബത്തുകൾ വലിച്ചിടലല്ല സൂക്ഷ്മത. പിന്നെ നല്ല ഖുശൂഓടെ നിസ്കരിക്കണം, സാവകാശം നിസ്കരിക്കണം, തിരക്കൂട്ടരുത്, അർജന്റാവരുത്. പെട്ടെന്ന് റുകൂഉം സുജൂദും ചെയ്ത് എണീക്കുന്നവർ കോലം അഴിക്കപ്പെട്ടവരായിട്ട് മഹ്ശറയിൽ വരാനിടയുണ്ട്. അതുപോലെ ഇമാമിനേക്കാളും മുമ്പില് എണീക്കുന്ന ആള്, ചില ആൾക്ക് എപ്പോ നോക്കിയും കടിപിടി. ഇമാമ റുക്കൂലുണ്ട്, മാമൂമ എണിച്ചിട്ട് കാത്തോണ്ടുണ്ട്. ഇമാം ബർത്ത് പറഞ്ഞിട്ട് ഇമാമിനാട്ടി അർജന്റ് പാടുള്ളതല്ല. മഹ്ശറയിൽ കോലം മറിക്കപ്പെട്ടവരാകും. ഇമാമ് പറഞ്ഞതിനെ കേട്ടോളണം, അതിനാണ് ഇമാമുള്ളത് അല്ലേ? ഇമാം ഉസ്താദ് വയൽ പറഞ്ഞാൽ അതെന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞ്, അത് ഞങ്ങക്ക് പറഞ്ഞതാ, ഓനി പറഞ്ഞത്, ഇതൊന്നുമില്ല. ഇമാമ് പറഞ്ഞത് ഞമ്മക്ക് എല്ലാവർക്കും ആണ്, അതനുസരിച്ചോളണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആലിമീങ്ങളുടെ നേതൃത്വത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട് അനുസരണത്തോടെ ജീവിക്കുന്നവരാകണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നിസ്കാരമാണ് അസ്സലാത്തു നൂറുൻ വ ബുർഹാൻ. ദുനിയാവിൽ രക്ഷയാണ്, ഖബറിൽ രക്ഷയാണ്, പ്രകാശമാണ്, തെളിവാണ്. രക്ഷക്കുള്ള വഴികളാണ്. ഉളു എടുക്കുമ്പോ ഒന്ന് നീട്ടിയിട്ടൊളൊടുക്കണേ, ഒന്ന് കൂട്ടിയിട്ടൊളൊടുക്കണേ. പെണ്ണുങ്ങളെല്ലാം ടൈറ്റ് വിറ്റ് വസ്ത്രങ്ങൾ ഇട്ടിട്ട് കൈയിന്റെ അങ്ങോട്ട് കേറുന്നില്ല, പിന്നെ ടാപ്പിലേക്ക് കൈ കാണിച്ചിട്ട് അവിടെ തന്നെ ഉളു ശരിയാക്കുന്നവർ സൂക്ഷിക്കണേ. ഒഴുകണം, വെള്ളങ്ങളെല്ലാം ഒഴുകണം. മനോഹരമായി ഉളു ചെയ്യണം, കൃത്യമായി ഉളു ചെയ്യണം. ഉളുവിന്റെ അവയവങ്ങളെല്ലാം വെള്ളം നല്ലവണ്ണം കൊള്ളണം, നീയത്ത് വെച്ചിരിക്കണം. ഉളു എടുക്കുമ്പോ മിസ്വാക്ക് ചെയ്യണം. അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോ സ്മെല്ലുള്ള വാസനയുള്ള വായയുമായിട്ട് പഠിച്ചോന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ആരെ ഉസ്താദന്മാരടുത്തും പോകാൻ പാടില്ല, ആ പള്ളിയിൽ പോകാൻ പാടില്ല. ശ്രദ്ധിക്കണം ആണുങ്ങളൊക്കെ. ബെത്തലടക്കാല തിന്നോണ്ട് ഉസ്താദിന്റെ അടുത്തേക്ക് നിക്കി ഉസ്താദെ വടക്ക് വന്ന് നിക്കി. ഉസ്താദിന് പേടിയാണ്, ഇസ്തിരിട്ടിട്ട് വന്നത്ര ഇപ്പൊ അയാൾ തുപ്പുനന്ദുണ്ടു. പിന്നെ ചില ആള് വീടി വലിച്ചിട്ട് നാറിയിട്ട് പൊട്ടുന്നു. ഉസ്താദ് ഒരു ഡിസിൻ ചെന്ന ഇതിൽ പേര് നോക്കാം, അടുത്തേക്ക് വിളിച്ചിട്ട് മൂക്കിന്റെ ചെവിന്റെ അടുത്തേക്ക് ഗുട്ടു ചെല്ലാൻ കൊണ്ടുവന്നെ ബായ് നാറിയിട്ട് പൊട്ടുന്നു. പാടുള്ളതല്ല. ആളുകളോട് സംസാരിക്കുമ്പോ ഒരു ഗ്യാപ്പ് വെക്കൽ നല്ലതാണ്. സ്മെല്ല് വരാതെ ഖാലിക്കായ റബ്ബിലേക്ക് അടുക്കുമ്പോ മിസ്വാക്ക് ചെയ്തിട്ടേ ഉളു ചെയ്യണം. അത് വളരെ സൂക്ഷിക്കണേ. നിസ്കാരത്തിന്റെ സമയത്ത് മിസ്വാക്ക് പറ്റുന്നവർ അത് ചെയ്യണം. നിസ്കാരത്തിൽ നല്ല ഖുശൂഓടെ, ആത്മാർത്ഥതയോടെ, തഖ്വയോടെ നിസ്കരിക്കണം. ഇതിപ്പോ തറാവിയല്ല, റമളാനാകുമ്പോ ആടെ 5 മിനിറ്റ് ബയാന്നിട്ട് ആടക്ക് പാലക്കാർ ബൈക്ക് എടുത്തോണ്ടു, ആടെ സ്പീഡ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ്. റമളാനാകുമ്പോ ഒരു ഏടെന്നറിയില്ല, ഏതൊരു നാട്ടിലത്തെ ഒരു ഇമാമ നിസ്കരിച്ച വീഡിയോനെ ഷാബാന് ലാസ്റ്റ് ആകുമ്പോ തുടങ്ങുന്നു. ഉസ്താദ് സ്ത്രീക്ക് നോക്കിയില്ല, ഇതിനെ നോക്കി ജമാഅത്തുകാരെല്ലാം അയക്കുന്നേ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? റമളാനാകുമ്പോ എല്ലാരും നമുക്ക് ഇതൊക്കെ അയച്ചു തരിക.
പിന്നെ അയക്കുന്ന എന്ത് പറയുന്നത് ആർക്കും സ്വയമില്ല. ഉസ്താദന്മാരെ കളിയാക്കാൻ ചാൻസ് കിട്ടിയെങ്കിൽ എന്തും പറയുന്നു. മിഞ്ഞാന്ന് പിന്നെ ഒരു 40 ആളെ അയച്ച് ഉസ്താദെ ഐലന്റെ തലന്റെ വിഷയത്തിൽ ഗളാട്ടയാല ബുദ്ധി വേറെ കൊടി ജാഗ്രത മാടി അത് മാടി. സത്യാവസ്ഥ എന്തൊന്നുമില്ല. ഉസ്താദന്മാരെ പറയാൻ കിട്ടിയ ചാൻസ് പോട്ടു. അതിന്റെ ഒക്കെ പോട്ടു. ഉസ്താദന്മാർ കുറെ ആയില്ല ഞങ്ങളെ പറയുന്നത്. ഉസ്താദന്മാരെ കുറച്ചൊക്കെ പറയാൻ നോക്കാം. സത്യം അസത്യം തിരിച്ചറിയാതെ ഒന്നിലും ഇടപെടരുത്, നല്ലതല്ല. ഏതുമാകട്ടെ നിസ്കാരം വളരെ മനോഹരമാക്കണം, റുക്കൂ മനോഹരമാകണം, സുജൂദ് മനോഹരമാകണം. കൂടുതൽ സമയം സുജൂദിൽ കിടക്കുന്നവനാരോ അവന് മഹ്ശറയിൽ മണിക്കൂർ കണക്കിന് കാത്തു നിൽക്കാതെ സ്വർഗത്തിൽ കടന്നാൽ അവൻ വലിയ ഭാഗ്യവാനാണ്, കടക്കാൻ കഴിവുള്ളവനാണ്. കടക്കാനുള്ള കാരണമാ നീണ്ട നേരം സുജൂദിൽ കിടക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടാവരുത്. എല്ലാത്തിലും നിസ്കാരം വളരെ ശ്രദ്ധയോടെ. വസ്വാമത്ത് ശഹ്റഹാ. രണ്ടാമത്തെ കാര്യം, റമളാൻ മാസം വന്നാൽ അവൾ നോമ്പ് നോക്കിയാൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാനൊരു 4 കാര്യങ്ങള് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്. റമളാൻ മാസം അവൾ നോമ്പെടുത്താൽ ആ നോമ്പ് പോലെ അത് പട്ടിണി മാത്രമല്ല. അഫലൈസ ലില്ലാഹി ഹാജ, നിന്റെ വെറും പട്ടിണി അല്ലാഹ്ക്ക് ആവശ്യമില്ല. നോമ്പാകാൻ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ നോമ്പ് മതിയാണ്. പക്ഷേ നോമ്പാകണം. ആ നോമ്പിലെ സുന്നത്തുകളെല്ലാം വീട്ടണം, ഫർളുകളെല്ലാം വീട്ടണം. അനാവശ്യങ്ങൾ പറയരുത്. മല്ലംയത് ഖൗലസ്സൂരി, ആരെങ്കിലും നീ തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാത്ത നോമ്പോ ആ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല, റബ്ബിന് ആ നോമ്പ് വേണ്ട. റമളാൻ എന്നൊക്കെ പറഞ്ഞ നമ്മളൊക്കെ തമാശയില് സമൂസാന്റെ ഫോട്ടോ സ്റ്റാറ്റസിലിട്ട് വെൽക്കം ആർക്ക് വെൽക്കം, തമാശയാണോ? റമളാൻ തീരുമ്പോ സമൂസാന്റെ കരയുന്ന ഫോട്ടോ, മിസ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ, ഇത് ദീനിനെ കളിയാക്കലാണ്, റമളാനിനെ കളിയാക്കലാണ്. റമളാൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കേണ്ട മാസങ്ങളല്ല ഉമ്മ. നല്ല റമളാൻ എന്നാൽ ഒരുപാട് റോളുകൾ, കട്ട്ലൈറ്റുകൾ, സമൂസകൾ, വ്യത്യസ്തങ്ങളായ ജ്യൂസുകൾ, ഫ്രൂട്ട് സലാഡുകൾ, ഐസ്ക്രീമുകൾ, വേറെ കേക്കുകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, തഖ്വയാകുന്ന ഭക്ഷണ പലഹാരങ്ങൾ നാളേക്ക് വേണ്ടി ഉണ്ടാക്കേണ്ട ദിവസങ്ങളാണ്. 27ന്റെ അന്ന് മധുരപ്പം ചുട്ടാ പോരാ, എല്ലാ ദിവസവും ജ്യൂസ് വേറെ, പായസം വേറെ, വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ വേറെ. ഇതെന്തെന്നറിയോ? നോമ്പ് നോക്കിച്ചിട്ട് വിശന്നിട്ടിരിക്കുമ്പോ തോന്നേ ഇന്ന് നോമ്പ് തുറക്കുമ്പോ സലാഡ് വേണം, ഇന്ന് നോമ്പ് തുറക്കുമ്പോ കസ്റ്റർഡ് ആവണോ, പായസം വേണോ, ലിംബന്റെ സർബത്ത് വേറെന്നാവണോ, ഫ്രൂട്ട്സ് എല്ലാം വേണോ. ഇത് മതിയല്ല, പിന്നെയും മുറിച്ചിട്ട് വെച്ച് പായസത്തിന് പിന്നെയും കൂട്ടി പാല് മതിയല്ല. അങ്ങനെ നോമ്പെല്ലാം തുറന്നിട്ട് 2 കാരക്കയും 1 ഗ്ലാസ് പായസവും കുറച്ച് സർബത്തും കുടിച്ചിട്ടാകുമ്പോ പിന്നെ എണിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ഉമ്മ കേട്ട് നിങ്ങൾക്ക് കട്ട്ലൈറ്റാ പൊട്ട്ലൈറ്റാ കുറച്ച് കൈയ്യട്ടി, ഇപ്പൊ എന്തും വേണ്ട. അപ്പൊ ഇതെല്ലാം ആർക്കാക്കിനെ? ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചത് ഇതെല്ലാം ഫ്രിഡ്ജിലൊക്കെ ഞങ്ങൾക്ക് വേണ്ട. ഇതിപ്പോ ഈ ബൈറ്റ് ഫൈക്കുമ്പോ, ഉച്ചക്ക് ഫൈക്കുമ്പോ ഓരോന്ന് തോന്നി, ഇന്ന് അതാക്കണോ, ഇന്ന് ഇതാക്കണോ, ഈനെല്ലാം തിന്നിട്ട് തീർക്കണോ, എന്തെല്ലോ ആശകൾ തുറന്നിട്ട് വരുന്ന. നോമ്പ് തുറന്നിട്ടാകുമ്പോ ഒരു ആശയും ഇല്ല, എല്ലാം പോയി അല്ലേ. ഭക്ഷണങ്ങളല്ല, നല്ല വിഭവങ്ങളല്ല, തഖ്വയാണ് ഒരു കൊല്ലത്തേക്കുള്ള തഖ്വ. അടുത്ത റമളാന് മുമ്പ് മരിച്ചുപോയാൽ
സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മതിയായ ഭക്ഷണങ്ങൾ എല്ലാം ഉണ്ടാക്കേണ്ട, തഖ്വയുണ്ടാക്കേണ്ട, ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതേണ്ട, തൗബ ചൊല്ലേണ്ട, ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലേണ്ട, ഓരോ ദിവസവും കരഞ്ഞു ദുആ ചെയ്യേണ്ട പരിശുദ്ധമായ മാസമാണ് റമളാൻ. അള്ളാന്റെ പൊരുത്തമാണ്, അള്ളാന്റെ ഇഷ്ടമാണ്, അള്ളാന്റെ കാവലാണ്, അള്ളാഹുവിന്റെ ഇൽഫത്തുല്ലാ, നൂറുല്ലാ, അള്ളാഹുവിന്റെ പ്രകാശമാണ്. അള്ളാഹു നമ്മളോട് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് മൂടപ്പെടുകയാണ്. അങ്ങനെ അത്ഭുതമാർന്ന റമളാൻ മാസമില്ലയോ? ആ റമളാൻ മാസവും പർച്ചസിന് വേണ്ടി ചുറ്റിക്കറങ്ങേണ്ട മാസമല്ല. പെരുന്നാക്കൊരു സുന്നത്തുണ്ട്, ഒരു പുതിയ വസ്ത്രമണിയല്. ഇത് റമളാനില് ചില പെണ്ണുങ്ങളൊക്കെ രാവിലെ സുബൈക്ക് സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങും. എന്ത്? ഇതിന്റെ ഇടയ്ക്കൊരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ പൊരയിലാരും ആളില്ല ഉസ്താദേ, അങ്ങനെ പള്ളിക്ക് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, പൊരക്കാറല്ല ഏടെ പോയിനി? ഉസ്താദേ കാൽ തന്നെ അവർ പർച്ചസിന് പോയതാണ്. പർച്ചസിന് പോയോർ തിരിച്ചു വന്നിട്ടില്ലേ? ഇല്ല ഉസ്താദേ, ഒരു പോകുമ്പന്നെ വെള്ളവും കാരക്കാവും പിടിച്ചോണ്ട് തന്നെ പോയിന് ഉസ്താദേ. പൊരേന്ന് പോകുമ്പന്നെ നീയത്താക്കി, ഇന്ന് വരുന്ന പഞ്ചാതികയില്ല. പൊരേന്ന് പോകുമ്പന്നെ നീയത്ത് ഇന്ന് വരുന്നില്ല. എന്തിന്? സുന്നത്തായ വസ്ത്രം വാങ്ങാൻ റമളാൻ മാസത്തില് പോയിട്ടാ. ഇത് റമളാൻ അല്ലാത്തപ്പോ പോയെങ്കിൽ ആണുങ്ങ ഒക്കെ പോയെങ്കിൽ പെങ്കൂസന്റെ വിലയെങ്കിലും ഇല്ല. ഡ്രസ്സിന്റെ പീഡക്കാർ നോക്കുന്നേ ഇല്ല നമ്മളെ. ദാദാ ആന്റി, ആന്റി എന്ന് വിളിക്കുന്നില്ല, ദാദാ എന്ന് വിളിക്കുന്നല്ലേ. ആന്റി എന്ന് വിളിച്ച പെണ്ണൊക്കെ ചൂടാന്ന്. ആന്റി എന്ന് വിളിച്ച പീഡ കിഞ്ഞിട്ട് പോന്നു. എത്ര ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ വന്നില്ല. ഇത്ര ശരി എന്നെ ആന്റി എന്ന് വിളിച്ചതാണ്. പെണ്ണുങ്ങ മക്ക പ്രസവിച്ചിട്ട് പുള്ളിയായിട്ടാകുമ്പോ പെണ്ണുങ്ങ പിന്നെ അങ്ങനെ ചൂടി പിന്നെയും കുറച്ച് ടൈറ്റ് മോഡല്, പിന്നെയും കുറച്ച് ഏറെ കണ്ണിലേക്ക് മയ്യെല്ലാം ഇട്ടിട്ട് ഇത് മറ്റേ ആഫ്രിക്കന്റെ ഭൂപട്ടം വരച്ച പോലെ കുറച്ച് അപ്പുറം പോകുമ്പോ അയിലയില് കണ്ണിൽ ഒലുക്കി കൊണ്ടുപോകുന്നു. ഇതൊന്നും അറിയുന്ന നിങ്ങൾക്ക് ഇപ്പത്തെ യുവതികൾ പറയുന്നു, ഈ നമ്മളെ ഉമ്മാമാരെ വയസ്സിന്റെ അത്രയുള്ള പെണ്ണുങ്ങളെ മോഡല് കാണുമ്പോ ഞങ്ങൾക്ക് തന്നെ ഏസിയാന്ന്. ഒരു ഉമ്മാക്ക് പുള്ളിയായി, മകള് പ്രസവിച്ച് പുള്ളിയായി. അപ്പൊ ഒരാള് പറഞ്ഞാല ഉമ്മാമായല്ലേ, നിന്റെ ഫാറ്റിക്ക് ചോട്ടുന്ന ഉമ്മാമായെന്നാ, നിന്നെ കളിയാക്കണ്ട. മോള് പ്രസവിച്ച ഉമ്മാമായില്ലേ, അത് ചെല്ലാൻ കഴിയല. പിന്നെ ഡ്രസ്സെല്ലാം ടിപ്പ് ആക്കിയിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, പുതുനാട്ടി ഉസാർ ഉസ്താദ്, പുതുനാട്ടിന്റെ ഉമ്മ അതിനാട്ടി ഉസാറുണ്ടോ? ഡ്രസ്സിലും സെറ്റപ്പിലും മേക്കപ്പിലും പുതുനാട്ടിന്റെ ഉമ്മയാണ് പുതുനാട്ടിനാട്ടി ഉസാറ്. അങ്ങനെയാവരുത്. റമളാൻ മാസത്തിൽ പർച്ചസിന്റെ പേര് പറഞ്ഞ്, ഡ്രസ്സിന്റെ പേര് പറഞ്ഞ് റമളാൻ മാസം ചുറ്റിക്കറങ്ങാനുള്ളതല്ല. വസ്ത്രം വേണോ, സുന്നത്താണൊക്കെയാണ്. റമളാനിന് മുമ്പത് വാങ്ങിച്ചു വെച്ചോളി, റമളാനിന് മുമ്പത് വാങ്ങിച്ചു വെക്കാലോ. ഈ സുന്ദരമായ മാസത്തില്, തൗബ ചൊല്ലേണ്ട മാസത്തില്, അതിന്റെ ഇടയ്ക്ക് ചില പെണ്ണുങ്ങൾ പോയിട്ട് ഐസ്ക്രീം, കൂൾ, ജ്യൂസ് കുടിക്കാൻ ചോദിച്ചാ പറയും ഞങ്ങക്ക് നോമ്പില്ല. നോമ്പില്ലെങ്കിലും ഈ നോമ്പ് നോറ്റാ പോരാ. അല്ല ബഹുമാനിച്ച മാസമാണ് ഈ റമളാൻ. ആ റമളാനിന്റെ ബഹുമാനം നീ കണക്കിലെടുക്കാതെ നീ എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല. റമളാനിൽ കൃത്യമായി നോമ്പുള്ളവളോ, നീ ടൗണിലിറങ്ങരുത്, നീ പർച്ചസിലിറങ്ങരുത്, നീ ഷോപ്പിങ്ങിനിറങ്ങരുത്. അതെല്ലാത്തിന്റെയും മാസമല്ല റമളാൻ. വ്യത്യസ്തങ്ങളാകുന്ന ഫുഡുകൾ ഉണ്ടാക്കേണ്ട മാസമല്ല റമളാൻ. കരിക്കാനും പൊരിക്കാനുമുള്ള മാസമല്ല റമളാൻ. ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്, ദോഷങ്ങളെ കരിച്ചു കളയേണ്ട മാസമാണ്, കരഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കേണ്ട മാസമാണ്. അതുപോലെ റമളാനിനെ ഏതൊരു പെണ്ണ് കൊണ്ട് നടന്നാൽ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ, ഔറത്തുകൾ പുറത്ത് കാട്ടാതിരുന്നാൽ, ഔറത്ത് കാട്ടിയല്ലേ തീരൂ. വസ്ത്രം ഇറുക്കിയ വസ്ത്രമാണ്,
പർദ്ദ ഇട്ടിട്ടുണ്ട്, പർദ്ദാന്റെ ഉള്ളിൽ ജീൻസ് പാന്റാണ്. ഈ ജീൻസ് പാന്റ് കാണണോ, അതിനു വേണ്ടി പർദ്ദ പൊക്കി പിടിച്ചിട്ടുള്ള നടത്തമാണ്. അതാവരുത്. വ്യഭിചാരത്തിൽ നിന്ന് കാത്താൽ ഭർത്താവിനെ അനുസരിച്ചാൽ ഈ 4 കാര്യം മതി. ഭർത്താവിനെ അനുസരിക്കുന്നവളാണോ, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അവളോട് പറയപ്പെടും നീ സ്വർഗത്തിലേക്ക് കടക്കുക. നീ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് അവരോട് പറയപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിൽ സ്വലാത്തുല്ലാഹ് അല്ലാഹുവേ നീ കബൂലാക്കണം. അല്ലാഹ്